നരേന്ദ്രമോദിയുടെ നിലപാടുകളെ സുപ്രീം കോടതി മുൻ ജഡ്ജിയും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ മുൻ ചെയർമാനുമായ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു ഇലക്ഷന് മുമ്പ് ഒരിക്കൽ വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൂടെയുള്ള ഒരു ചെറിയ യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒട്ടനവധി മതങ്ങളും ജാതികളും ഭാഷകളും വംശീയ വിഭാഗങ്ങളുമെല്ലാം ഒത്തുചേരുന്ന അത്യന്തം വൈവിധ്യപൂർണമായ ഒരു പ്രദേശമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ. ആകയാൽ തന്നെ ഇന്ത്യ ദേശത്തിൻ്റെ പിതാവെന്ന നിലയിൽ മഹാനായ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ മുന്നോട്ട് വെച്ച സുൽഹെ കുൽ അഥവാ സർവ്വമതങ്ങൾക്കും സമുദായങ്ങൾക്കും തുല്യ ബഹുമാനം നൽകുന്ന നയം, അതാണ് സുൽഹെ കുൽ എന്ന് പറഞ്ഞാൽ. അതാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്. മഹാഭാരത ഇതിഹാസത്തിൽ യുദ്ധത്തിൻ്റെ അവസാനം രാജാവായി അഭിഷിക്തനാകാനിരുന്ന യുധിഷ്ഠിരന് ഭീഷ്മർ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അതിങ്ങനെയാണ്: ഭേദേ ഗണ വിന്യശന്തി ഭിന്നാസ്തു സജായ പരാതസ്മാത് സംഗാത് യോഗേൻ പ്രയത്രേണേൻ. ജനങ്ങൾക്കിടയിലെ ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് മാത്രമാണ് രാഷ്ട്രങ്ങൾക്ക് നാശമുണ്ടാകുന്നത്. ആകയാൽ നാടിൻ്റെ ഭരണാധികാരികൾ എല്ലായ്പ്പോഴും ജനങ്ങൾക്കിടയിൽ നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം എന്നാണ് ആ സംസ്കൃത ശ്ലോകത്തിൻ്റെ അർത്ഥം. ഏകദേശം 140 കോടി വരുന്ന ഇന്ത്യൻ ജനസംഖ്യയുടെ 80% ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങൾ ഏകദേശം 20 കോടി വരും, അതായത് ഏകദേശം 15% മാത്രം. ഇതിനു പുറമെ ദശലക്ഷക്കണക്കായ സിഖുകാരും ക്രൈസ്തവരും ജൈനരും മറ്റ് സമുദായങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അവരെല്ലാം ഇന്ത്യയെ ഒരുമയോടെ നിലനിർത്താനും മുന്നേറാനുമുള്ള ഒരേ ഒരു നേരായ മാർഗം എല്ലാ മതങ്ങൾക്കും ഇന്ത്യൻ ഭരണകൂടം തുല്യമായ ബഹുമാനം നൽകുക എന്നത് മാത്രമാണ്. ജീവിതത്തിലുടനീളം പ്രത്യേകിച്ച് 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷം ഇതിന് നേർ വിപരീതമായാണ് നരേന്ദ്രമോദിയുടെ നയം. ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ ചേർന്ന ഒരു ആളാണ് മോദി. കുൽസിതമായ വിഭജന നയത്തിന്റെ ഭാഗമായി 1925 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പടച്ചുവിട്ട ഈ സംഘടനയുടെ പ്രത്യയശാസ്ത്രം തന്നെ മുസ്ലിം വിദ്വേഷമാണ്. എല്ലാ RSS അംഗങ്ങളും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, എ ബെഞ്ച് ഓഫ് തോട്ട്സ്. ആ പുസ്തകത്തിൽ അവരുടെ നേതാവ് MS ഗോൾവാൾക്കർ അത് കൃത്യമായി വ്യക്തമാക്കുന്നുമുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ മുഴുനീള വിഷം ചീറ്റുന്ന അതിലെ ഒരു അധ്യായത്തിൽ അവരെ തെമ്മാടികൾ, തീവ്രവാദികൾ, വിദേശ ആക്രമണകാരികൾ, ബലാത്സംഗികൾ, കൊള്ളക്കാർ എന്നെല്ലാമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംഘടനാ അംഗങ്ങളുടെ വിശുദ്ധ പുസ്തകമെന്ന നിലയിൽ മോദി അത് തീർച്ചയായും വായിക്കുകയും അതിലെ തത്വശാസ്ത്രം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. അവർ നിയന്ത്രിക്കുന്ന BJPയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതുവരെ RSSന്റെ പ്രചാരകനായിരുന്നു ഈ മോദി. ഗുജറാത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി അയാൾ ചെയ്ത സംഗതികളിൽ ഒന്ന് എന്ന് പറയുന്നത് 2000-ലേറെ മുസ്ലിങ്ങളെ അറുങ്കൊല ചെയ്ത ഒരു കൂട്ടക്കുരുതിയൊരുക്കുകയായിരുന്നു. അക്കാലത്ത് എഴുതിയ ഒരു ലേഖനത്തിൽ ഈ സംഭവത്തെ ക്രിസ്റ്റൽ നാത്ത് എന്നാണ് മാർക്കണ്ഡേയ കട്ജു വിശേഷിപ്പിച്ചത്. എന്നുവെച്ചാൽ ജർമ്മനിയിൽ യഹൂദർക്കെതിരെ നടന്ന ബീഭത്സമായ കൂട്ടക്കുരുതിയെ വിശേഷിപ്പിക്കുന്ന പദമാണ് ക്രിസ്റ്റൽ നാത്ത്. ഉടഞ്ഞ ചില്ലുകൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പിന്നീട് 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അദ്ദേഹം 10 വർഷമായി ആ പദത്തിൽ തുടർന്നു. ഇക്കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പേടി സ്വപ്നമായിരുന്നു. മാട്ടിറച്ചി കഴിക്കുകയും വിൽക്കുകയും ചെയ്തുവെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് ഗോരക്ഷക ഗുണ്ടകൾ പലരെയും തല്ലിക്കൊന്നു. ജയ് ശ്രീറാം വിളിക്കാത്തതിന് പലരും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അതും പോലീസുകാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കെ പലരുടെയും വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കളഞ്ഞു. കെട്ടിച്ചമച്ച കുറ്റങ്ങളും വ്യാജ തെളിവുകളും നിർമ്മിച്ച് കള്ളാരോപണങ്ങൾ ചുമത്തിയും തീവ്രവാദികളെന്നും ഗുണ്ടാ സംഘങ്ങളെന്നും മുദ്രകുത്തിയും ആയിരക്കണക്കിന് നിരപരാധികളായ മുസ്ലിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മിക്കവരും മനുഷ്യത്വഹീനമായ സാഹചര്യങ്ങളിൽ ജയിലിൽ കഴിയുന്നു. ഇതെല്ലാം നടക്കുന്നത് മോദിയുടെ പൂർണ്ണമായ അറിവോടെയും അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വെച്ചുമാണ്. എങ്ങനെ ഇല്ലാതിരിക്കും? അതുതന്നെയാണല്ലോ അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് ലക്ഷ്യമിട്ടതും. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണവും. കഴിഞ്ഞ ദശകത്തിലുടനീളം എല്ലാ പരസ്യ പ്രസ്താവനകളിലും വിശിഷ്യ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ മോദി മുസ്ലിങ്ങളെ
പൈശാചികവൽക്കരിക്കുകയുണ്ടായി. സകല ഭരണകൂട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കാവ്യവൽക്കരിക്കാനും ശ്രമിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിങ്ങളെ വിദേശ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ചത് സകലവിധ മര്യാദകളുടെയും ലംഘനമാണ്. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത പ്രദേശവാസികളുടെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ 95%. അല്ലാതെ അവരൊന്നും വിദേശികളല്ല. കടുത്ത മോദി ആരാധികയായ മാധ്യമപ്രവർത്തക റൂബിക ലിയാഖത്തുമായി പിന്നീട് നടത്തിയ അഭിമുഖത്തിൽ ഹിന്ദു മുസ്ലിം ഭിന്നിപ്പ് പറയുന്ന ഒരാൾ പൊതുജീവിതത്തിന് യോഗ്യനല്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ജീവിതകാലം മുഴുവൻ അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നതിനാൽ അദ്ദേഹം അന്ന് ആ ജന്മ നുണയാണ് പറഞ്ഞതെന്ന് വ്യക്തമാണ്. തികച്ചും പ്രതിലോമപരമായ ഫ്യൂഡൽ ചിന്താഗതിക്കാരനാണ് മോദി. പുരാതന ഇന്ത്യയിൽ ശിരസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നതായി അദ്ദേഹം ഒരിക്കൽ അവകാശപ്പെട്ടു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തെളിവ് ഒരു ദേവന് ആനയുടെ തലയുണ്ട് എന്നതായിരുന്നു. ജനിതക എഞ്ചിനീയറിംഗ്, സ്റ്റെം സെൽ തെറാപ്പി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിവുണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു എന്നും അദ്ദേഹം തട്ടിവിട്ടു. അതേസമയം അതിദാരിദ്ര്യം, സകല കണക്കുകളെയും ഭേദിച്ച് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, കുട്ടികളുടെ പോഷകാഹാരക്കുറവിൻ്റെ ഭയാനകമായ അളവ്, ആഗോള പട്ടിണി സൂചിക പ്രകാരം ഓരോ രണ്ടാമത്തെ ഇന്ത്യൻ കുട്ടിയും പോഷകാഹാരക്കുറവുള്ളവരാണ്. ഭക്ഷണം, ഇന്ധനം, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ വിലക്കയറ്റം, സാധാരണക്കാർക്ക് ശരിയായ ആരോഗ്യ പരിരക്ഷയും നല്ല വിദ്യാഭ്യാസവും ലഭിക്കാതെ പോകുന്നത് എന്നിങ്ങനെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരമുണ്ടാക്കണമെന്ന് മോദിക്ക് ഒരു പിടിയുമില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങളോടുള്ള വെറുപ്പല്ലാതെ മറ്റൊന്നും ആ മനുഷ്യൻ്റെ തലയ്ക്കുള്ളിലില്ല. ഒന്നിനെക്കുറിച്ചും ശാസ്ത്രീയമായ ഒരു ധാരണകളുമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സകല ഇന്ത്യക്കാർക്കും കടുത്ത അസംബന്ധങ്ങളിൽ നിന്നുള്ള ആശ്വാസകരമായ ഒരു മോചനമായി മാറിയിട്ടുണ്ടാവും.